നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളാണ് എന്നും പുലരുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് കോതമംഗലത്ത് നിന്നും പുറത്തു വന്നത്. 15 വർഷം മുമ്പ് യു.പിയിൽ നിന്ന് കോതമംഗലത്ത് വന്ന് താമസമാക്കിയ ഒരു കുടുംബത്തിലെ 6 വയസ്സുകാരിയുടെ മരണം അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങിയിരിക്കുകയാണ്. രണ്ടാനമ്മയുടെ അതിക്രൂര കൊലപാതകം വിശ്വസിക്കാനാകുന്നില്ല നമുക്ക്. ഇതെന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് രണ്ടാനമ്മ കടന്നു എന്നത് വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. അതിനിടയിൽ ഇതൊരു ദുർമന്ത്രവാദത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നൊരു കൊലപാതകമാണ് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കടന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ രണ്ടാനമ്മയുടെ മൊഴിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു കൊലപാതകം, അതായത് ഈ 6 വയസ്സുകാരിയുടെ മരണം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ആൻസി, ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് വെച്ച് 6 വയസ്സുകാരിയെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുർമന്ത്രവാദം ഇല്ല എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ രണ്ടാനമ്മ അനീഷ അറസ്റ്റിലായിട്ടുണ്ട്. 23-കാരിയായ ഇവര് വീണ്ടും ഗർഭിണിയായിരുന്നു. അപ്പോ ഇവർക്ക് വേറെ 2.5 വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ അനീഷ രണ്ടാമത് ഗർഭിണിയായതോടെ ഇവർക്കിടയിൽ 6 വയസ്സുകാരി ഒരു ബാധ്യതയാകും എന്ന് കരുതിയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. ഈ 1.5 മാസം മുമ്പ്, അതായത് ഈ പറഞ്ഞ അനീഷയുടെ ഹസ്ബൻഡിന്റെ പേര് അജാസ് ഖാൻ എന്നാണ്. അപ്പൊ അജാസ് ഖാൻ യു.പിക്കാരനാണ്. അപ്പൊ അജാസ് ഖാന്റെ 3-ാം വയസ്സിലാണ് അജാസ് ഖാന്റെ അച്ഛനുമായിട്ട് ഇവിടേക്ക് വന്നത്. അപ്പൊ കോതമംഗലത്ത് വന്ന് അവിടെ ഒരു ഫർണിച്ചർ കടയിലാണ് അജാസ് ഖാൻ ജോലി ചെയ്തിരുന്നത്. അപ്പൊ 1.5 മാസം മുമ്പ് ഈ അജാസ് ഖാന്റെ ആദ്യ ഭാര്യ ഇവരെ വിളിക്കുന്നു. ആദ്യ ഭാര്യ വേറൊരാളോടൊപ്പം ഇറങ്ങിപ്പോയതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്കതിന് കൃത്യമായ വിവരങ്ങളില്ല. അപ്പോ അജാസ് ഖാനെ വിളിക്കുന്നു. എന്നിട്ട് മുസ്കാനെ, 6 വയസ്സുകാരുടെ പേര് മുസ്കാൻ എന്നാണ്. അപ്പൊ മുസ്കാനെ വിട്ടു നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പൊ ആദ്യ ഭാര്യ ഈ ആവശ്യം ഉന്നയിച്ച് നിരന്തരം അജാസ് ഖാനുമായിട്ട് ബന്ധപ്പെട്ടത് ഇവർക്കിടയിൽ ഒരു എന്താ പറയാ, ഭർത്താവിന് നഷ്ടമാകുമോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയം ഉടലെടുക്കുന്നതിന് തുല്യേ. അങ്ങനെ അവസാനം ഇതിന് മുസ്കാനാണ് എന്തായാലും ഇവര് തമ്മിലുള്ള സംസാരത്തിന് ഇടയാകുന്ന ഒരു ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ കുട്ടിയെ ഇല്ലാതാക്കാനായിരുന്നു ആദ്യം അവർ തീരുമാനിച്ചത്. അപ്പോ ഈ എന്താ പറയാ, ഈ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ സമയത്തൊക്കെ കുട്ടിയുടെ മുഖത്ത് ക്ഷതം ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു എന്തായാലും പോലീസ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്തതാണ്. അവസാനം കുട്ടിയെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞത്. അപ്പം ശരിക്കും ആദ്യത്തെ നാളുകളിൽ ഈ ന്യൂസ് പുറത്തു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 വയസ്സുകാരി ഇളയ കുഞ്ഞിനൊപ്പം മറ്റൊരു മുറിയിലും അജാസ് ഖാനും ഭാര്യയും മറ്റൊരു മുറിയിലും ആഹാരം കഴിച്ചതിന് ശേഷം കിടക്കാൻ പോയി. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആയപ്പോ കുട്ടിയെ ഭക്ഷണം കഴിച്ചു ഉറങ്ങിയ കുട്ടിയെ രാവിലെ വിളിച്ചിട്ടും കുട്ടി വിളിച്ചിട്ട് ഉണർന്നില്ല എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. കുട്ടി മരണപ്പെട്ടു എന്നൊക്കെയാണ് വന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ആശങ്കയായി. ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോയ കുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ളൊരു ആശങ്കയായിരുന്നു. പിന്നീടാണ് ഈ പറഞ്ഞ കണക്ക് അജാസ് ഖാന്റെ അയൽവാസികള് പോലീസിൽ ഇക്കാര്യം വിവരം അറിയിക്കുന്നത്. അത് കുഞ്ഞ് തണുത്ത് മരവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അജാസ് ഖാൻ അറിയില്ല എന്താണ് കുഞ്ഞിന് സംഭവിച്ചതെന്നും. അജാസ് ഖാൻ നേരെ അയൽവാസികളുടെ അടുത്തൊക്കെ കുട്ടിയെ തോളിൽ കിടത്തിയിട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മോളെ എഴുന്നേക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. അപ്പൊ നാട്ടുകാരെന്ത് ചെയ്തു, പോലീസിനെ വിവരം അറിയിച്ചു. അപ്പൊ പോലീസ് നേരിട്ടെത്തി ഇവിടുത്തെ സംഭവത്തെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കി നോക്കിയപ്പോ കുട്ടിയുടെ മുഖത്ത് ക്ഷതമുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയെന്ന് മനസ്സിലായത്. അവസാനം ഈ നേരത്തെ തന്നെ അജാസിന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇരുവരെയും പിന്നീട് കസ്റ്റഡിയിലെടുത്തു. അപ്പൊ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ട് ആദ്യം ഒന്നും എന്താ പറയാ, അനീഷ സമ്മതിച്ചില്ല. ഇവരുടെ 2പേരുടെ മൊഴിയിലും പൊരുത്തക്കേടുകളുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇവരെ ചോദ്യം ചെയ്തു. പിന്നീടാണ് രാത്രി ഉറക്കത്തിനിടെ കുഞ്ഞിനെ രണ്ടാനമ്മ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് സമ്മതിച്ചത്. അപ്പൊ രാത്രി വൈകി ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. തുടർന്നാണ് ഈ അനീഷ കുറ്റസമ്മതം നടത്തി ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയതൊക്കെ. അപ്പൊ പിന്നീട് കൊലപാതകത്തിന് ഈ ദുർമന്ത്രവാദമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പോലീസ് ആദ്യം സംശയിച്ചിരുന്നത്. അതായത് ഈ അജാസ് ഖാൻ ഈ അയൽവാസികളൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ബാധ കയറും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോ ഇത് കാരണം അനീഷ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ വേറെ രീതിയിലായിരിക്കും എന്നൊക്കെയായിരുന്നു അയൽവാസികളടുത്തൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോ ഇതിന്റെ പേരിലായിരിക്കാം ചിലപ്പോ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തതോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഈ പറഞ്ഞ 2 പേരും 2 രീതിയിൽ മൊഴിയൊക്കെ കൊടുക്കുന്നു. അവസാനം പിന്നീടാണ് പോലീസ് മനസ്സിലായത് ഇത് കുടുംബ പ്രശ്നമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്.
കുട്ടിയെ ഈ ആദ്യ ഭാര്യയുമായിട്ട് അച്ഛൻ സംസാരിച്ച് അതുമായിട്ട് ഈ പറഞ്ഞ കണക്ക് ആദ്യ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഭാര്യയെ ഇനി കളയുമോ, അല്ലെങ്കിൽ വീണ്ടും ഗർഭിണിയാണ്, അപ്പൊ 6 വയസ്സുകാരി ഇതിനൊരു തടസ്സമാകും എന്നൊക്കെ കരുതിയിട്ട് ലാസ്റ്റ് ഈ ഒരു കൃത്യത്തിലേക്ക് അവരെ നയിച്ചെന്ന് വെച്ചാൽ. അപ്പൊ അജാസ് ഖാൻ ഈ സമയത്തൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. രാത്രി 10 മണിയോടെ ഇവര് ഫുഡ് കഴിച്ചതിന് ശേഷം അജാസ് ഖാൻ ജോലിക്ക് വേണ്ടിയിട്ട് പോയതാ. തിരിച്ചു 1 മണിയോടെയാണ് തിരിച്ചു വന്നത്. അപ്പൊ ഇതിനിടയിലാണ് ഈ ശരിക്കും പറഞ്ഞ ഈ ഒരു ക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഇവർക്ക് വെറും 23 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ അനീഷയ്ക്ക് 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോ ഒരു ഗർഭിണിയാണ്. അവ ഒരു എന്താ പറയാ, ഒരു അമ്മ എന്നൊരു വൈകാരികത ഇല്ലാതെ മറ്റൊരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നടത്തിയ ഒരു ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും അവരുടെ ആശങ്ക എന്തായിരുന്നു? ഈ കുട്ടിയെ ഇങ്ങനെ കൊലപ്പെടുത്തുക എന്നതിന്റെ ആശങ്ക ഭർത്താവ് കൈവിട്ട് പോകുന്നുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു അത്. കാരണം ആദ്യ ഭാര്യയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞ 1 മാസമായിട്ട് ആദ്യ ഭാര്യ സംസാരിക്കുന്നത് കുഞ്ഞിനെ, അതായത് 6 വയസ്സുകാരനെ വിട്ടു നൽകണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മകളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇനി ഭർത്താവും ഈ പറഞ്ഞ കണക്ക് ഭാര്യയുടെ കൂടെ പോകുമോ എന്നൊരു ആശങ്ക. ഇവര് ഓൾറെഡി രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നു. 2.5 വയസ്സുകാരി ഒരു മകള് വല്ലാതെ ഉണ്ട്. 5 മാസം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. അപ്പൊ കുറച്ചുനാള് ഇവിടെ ഇല്ലായിരുന്നു, അജാസ് ഖാൻ ഇല്ലായിരുന്നു. ഈ പറഞ്ഞ UP-ൽ പോയി, അവിടെ പോയി വിവാഹം കഴിച്ച് 5 മാസങ്ങൾക്ക് മുമ്പെയാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നതിന് ശേഷം അല്ലാതെ തന്നെ കുഞ്ഞിനെ മർദ്ദിക്കും എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. കുഞ്ഞിന് തീർച്ചയായിട്ടും നമ്മളെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. അതായത് സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് അത് പലരുടെ സാഹചര്യം കൊണ്ട് ഒരു രണ്ടാം കല്യാണത്തിലേക്ക് പലരും പോകും. അപ്പൊ ആദ്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന ആ കുട്ടി ചിലപ്പോൾ അച്ഛന്റെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ അമ്മയുടെ കൂടെ ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്ന ആ ജീവിത പങ്കാളി ആദ്യത്തെ ബന്ധത്തിലെ കുട്ടിയെ എങ്ങനെ കാണുന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ആദ്യത്തെ വിവാഹത്തിൽ ഉണ്ടായ കുട്ടിയെ പീഡിപ്പിക്കുന്നത്, ലൈംഗികമായി പീഡിപ്പിക്കുന്നത്, അല്ലാതെ ഉപദ്രവിക്കുന്നത്, കൊലപ്പെടുത്തുന്നത്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. രണ്ടാം അമ്മയുടെ പീഡനം, രണ്ടാം അച്ഛന്റെ പീഡനം, ഇത്തരത്തിൽ ആദ്യ ബന്ധത്തിലുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, അവരെ ഒരു സ്വന്തം മക്കളായിട്ട് കാണാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ, അങ്ങനത്തെ ക്രൂരതകൾ, കൊടും ക്രൂരതകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം അത് ആദ്യ ബന്ധത്തിലെ കുട്ടിയെ സ്വന്തം കുട്ടികളെ പോലെ കാണുന്നവരും ഇല്ലാതെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എങ്കിൽ പോലും കൂടുതലും നമ്മൾ കേൾക്കുന്നത് ആദ്യ ബന്ധത്തിലെ കുട്ടികളോട് ഈ രണ്ടാം അച്ഛനും രണ്ടാം അമ്മയൊക്കെ അതിക്രൂരമായി പെരുമാറുന്ന ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ ഇത്തരത്തിൽ കുട്ടികളെ കൊലപ്പെടുത്തുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ അതിന്റെ കീഴിൽ വരുന്ന ഒരു കമന്റാണ്, ഒരു സ്ഥിരം വരുന്ന ഒരു കമന്റാണ്. അതായത് ആ കുട്ടിയെ നിങ്ങൾക്ക് വളർത്താൻ വയ്യെങ്കിൽ ഞങ്ങൾക്ക് തന്നൂടെ, കുട്ടികളില്ലാത്ത ഞങ്ങൾക്ക് തന്നൂടെ, അങ്ങനത്തെ കുറെ കമന്റുകൾ, പല വാർത്തകൾ, ഇത്തരത്തിലുള്ള വാർത്തകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു കുട്ടിയെ കൊല്ലുന്നതിന് പകരം അതിനെ വളർത്താൻ, കുട്ടികളില്ലാതെ എത്രയോ പേര് വിഷമിക്കുന്നു, ഒരു കുട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കുട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് അത് ഇല്ലാത്തവർക്ക് കൊടുക്കുക, അങ്ങനെ ഒരു മൈൻഡ് അല്ലേ? അത് ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഭർത്താവ് കൈവിട്ടു പോകുന്ന ആശങ്കയാണെങ്കിൽ പോലും ഒരിക്കലും നീതീകരിക്കാനാവാത്ത ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. എനിക്കൊന്ന് കുറച്ച് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നില്ല. ഈ എന്താ പറയാ, അനീഷ അല്ലെ, ഈ രണ്ടാം ഭാര്യയ്ക്ക് ബാധ ഉണ്ട് എന്നൊക്കെ പറയുമ്പോ അതിന് മുന്നേ തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ബാധയുടെ പുറത്ത് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും എന്ന് വരുത്തി തീർക്കാൻ അവർ മുമ്പേ ശ്രമം നടത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അജാസ് ഖാൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാധയുണ്ട്, അപ്പോ പ്രവർത്തിക്കുന്നത് പറയുന്നതൊക്കെ വേറെ രീതിയിലായിരിക്കും എന്നൊക്കെ അയൽവാസികൾ. കാരണം അദ്ദേഹം കുറെ വർഷമായിട്ട് കേരളത്തിൽ തന്നെ താമസമാക്കിയ വ്യക്തിയാണ്. അപ്പൊ പെട്ടെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അയൽവാസികളൊക്കെ എപ്പോഴും കാണുന്നതാണ്. അപ്പൊ അയൽവാസികളോട് അജാസ് തന്നെ പറയുന്നുണ്ട് ഭാര്യയ്ക്ക് ബാധ കയറിയതാകാം, അപ്പം വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയണ അനീഷ് എന്താ നേരത്തെ തന്നെ കുഞ്ഞിനെ ചിലപ്പോ കൊലപ്പെടുത്താനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിന്റെ ഭാഗമായിരുന്നിരിക്കണം ഈ ബാധ കയറൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. അത് ഒരു സാധ്യത മാത്രം, ആ ഒരു സാധ്യതയുണ്ട്. മറിച്ച് ശരിക്കും അവർക്ക് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നും നമുക്കറിയില്ല അല്ലെ? അതാണ് ദുർമന്ത്രവാദം ഇതിന്റെ പിന്നിലുണ്ടോ, അല്ലെങ്കിൽ നാട്ടുകാരോ അയൽവാസികളോ ആരെങ്കിലും ഒക്കെ ഇതിന് സഹായിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചത്. അതിൽ ഒരാള് കസ്റ്റഡിയിലെടുത്ത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു എങ്കിലും പക്ഷെ നിലവില് ഈ പറഞ്ഞ കണക്ക് എന്താ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം ഭാര്യയെ തന്നെയാണ്. രണ്ടാം അമ്മ തന്നെയാണ് അവരെ കൊന്നത്, കുഞ്ഞിനെ കൊന്നത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. വേറെ ആർക്കും ഇതിലില്ല. അജാസ് ഖാന് ഈ വിഷയം അറിയത്തേയില്ല, അജാസ് ഖാന്റെ പങ്ക് ഇതിൽ വെളിപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം എസ് പി ആണോ പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ശരിക്കും അവർക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, അതായത് നോർമൽ ആണോ, അതോ അത്തരത്തിൽ എന്തെങ്കിലും
പ്രശ്നം അവർ അഭിനയിക്കുന്നതാണോ അതോ ശരിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല അല്ലെ? ഇല്ല, ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ല. ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോ പോലും കുഞ്ഞിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും ആ മുറിയിലൊക്കെ കയറി അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർക്ക് അങ്ങനെ ഒരു ബാധയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രോഗാവസ്ഥയോ ഒന്നും ഉള്ള ഒരു കുട്ടിയല്ല. വെറും 23 വയസ്സ് പ്രായം. അക്ഷരാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് കൈവിട്ടു പോകുമോ? ഈ എന്തായാലും മൂത്ത മകളാണ്, ഒരു 2.5 വയസ്സുകാരിയുണ്ട്, അതിന്റെ കൂടെ ഗർഭിണിയാണ്. അപ്പോ ഈ 6 വയസ്സുകാരി തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു ബാധ്യതയാകും. കുഞ്ഞിനെ ഒഴിവാക്കിയേ വേണം ആദ്യ ഭാര്യയുമായിട്ട് ഭർത്താവ് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പാടില്ല. അപ്പൊ തടസ്സമായി എന്ന 6 വയസ്സുകാരിയെ എന്താ പറയാ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. അതായത് ഒരു കുഞ്ഞ് ബലിയാടായി. ഇവരെ ഈ ഒരു ബന്ധത്തിനിടയിൽ ഒന്നും അറിയാത്തൊരു കുഞ്ഞ് ബലിയാടായി മാറി. ആ കുഞ്ഞിനെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കുഞ്ഞിന് മുഖത്ത് ക്ഷതം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. അതും ഈ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുമ്പോൾ സമീപത്ത് സ്വന്തം കുഞ്ഞവിടെ ഉണ്ടായിരുന്നു. ഒരു ലവലേശം പോലും ഒരു എന്താ പറയാ ഒരു അമ്മ എന്നുള്ള ഒരു വികാരം പോലും ഇല്ലാതെയാണ് അവര് ആ ഒരു 6 വയസ്സുകാരിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ശരിക്കും അമ്മമാർക്കാർക്കും അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മമാരെന്നല്ല, മനുഷ്യഹൃദയമുള്ളവർക്ക് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. സ്വന്തം കുഞ്ഞിനെ അടുത്ത് കിടത്തിയിട്ട് എന്താ പറയാ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത്ര നിഷ്ഠൂരമായിട്ട്, അതും ഗർഭിണിയായിരിക്കെ ചെയ്യാന്നുള്ളൊരു പ്രവൃത്തി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെ വയറ്റില് ചുമക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റൊരു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല നമ്മളെ സമൂഹത്തിലെ മറ്റൊരു പ്രശ്നമാണ് ഈ മാതാപിതാക്കള് അവർക്കിടയിൽ എന്തെങ്കിലും അസ്വാരസ്യത ഉണ്ടാകും, അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാകും, അവർക്കിടയിൽ വഴക്കുണ്ടാകും. പലപ്പോഴും ഇവരെ ഈ വഴക്ക് കാരണം പലപ്പോഴും ബലിയാടാകുന്നതും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നതും വളരെ ആശങ്കയിലാകുന്നതും കുട്ടികളാണ്. എത്രയോ കുട്ടികൾ അവരെ മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, വഴക്ക്, ഇടി, അടി, വഴക്ക്, പ്രശ്നം, ഇതിന്റെ എല്ലാം നടുവിൽ പകച്ചു നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇനി ആ ഒരു വഴക്ക് പോയി അവര് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോഴും അവിടെയും ബലിയാടാകുന്നത് കുട്ടികളാണ്. അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോകും, മറ്റൊരാളെ തിരഞ്ഞെടുക്കും, അവരുടെ ലൈഫ് അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും. പക്ഷെ ഒരു കുട്ടിക്ക് നഷ്ടമാവുന്നത് അച്ഛനെ നഷ്ടമാവുന്നു, അമ്മയെ നഷ്ടമാവുന്നു, അവര് അച്ഛനെ അമ്മയെ ഒരുപോലെ നഷ്ടമാവുന്നു, അവർ ഒന്നിച്ചുള്ള അവർ നഷ്ടമാവുന്നു. ഇനി ആരുടെയെങ്കിലും ഇപ്പൊ അച്ഛൻ്റെ കൂടെ പോയാലും രണ്ടാനമ്മ, അമ്മയുടെ കൂടെ പോയാലും രണ്ടാനച്ഛൻ, അവരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നു. ഇത് നമ്മളെ സമൂഹത്തിലെ പല കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു പ്രശ്നം. അപ്പോ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു രക്തസാക്ഷിയായിട്ട് ഈ 6 വയസ്സുകാരി മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ അച്ഛനും അമ്മയും ഒക്കെ കസ്റ്റഡിയിലായ സമയത്ത് കുട്ടിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും എത്തിയിരുന്നില്ല. അപ്പൊ അതായത് അനീഷ അറസ്റ്റിലായി, പിന്നെ അച്ഛനും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അപ്പം കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു കൊച്ചിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അപ്പൊ അജാസിന്റെയും അനീഷയുടെയും ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചതായിട്ട് പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ബന്ധുക്കളൊക്കെ എപ്പോ എത്തും എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും അജാസിനെ ഇതില് എന്താ പറയാ പ്രതി ചേർത്തിട്ടില്ല. അജാസിനെ വെറുതെ വിട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പുള്ളിക്ക് പങ്കില്ല എന്ന് തന്നെ. അതെ, ഇപ്പോ എന്താ പറയാ രണ്ടാനമ്മ അറസ്റ്റിലായതോടെ ഇവരുടെ 2.5 വയസ്സുവരെ മകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പൊ കുഞ്ഞിന്റെ പിതാവിനോടൊപ്പം തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞു ഉണ്ടായിരുന്നതാണ് വിവരം. അപ്പോ 25 വർഷം മുമ്പാണ് അവര് ഇവിടെ ഒന്ന് താമസമാക്കിയത്. അതിപ്പോ മലയാളി ആയാലും ബംഗാളി ആയാലും പോട്ടെ, ഏത് സംസ്ഥാനത്ത് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവരായാലും ഇവിടുന്ന് അല്ല, സമൂഹത്തിൽ മൊത്തം നേരിടുന്ന ഒരു പ്രശ്നം തന്നെ. കുട്ടികളുടെ പ്രശ്നം പലപ്പോഴും നമ്മള് വലിയ രീതിയിൽ ചർച്ചയാക്കാറില്ല. കുട്ടികൾ നേരിടുന്ന പ്രശ്നം, അവർ കുടുംബത്തിൽ തന്നെ എത്രയോ കുട്ടികൾ ഈ അച്ഛനമ്മമാർ കണിയാപുരത്ത് നിന്നും ഒരു കുട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. രണ്ടാനമ്മയുടെ പീഡനം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ട്രെയിനിൽ കയറി അവസാനം നമ്മള് ഭയങ്കര സാഹസികമായിട്ടൊക്കെയായിരുന്നു തെരച്ചിൽ നടത്തി ആ കുട്ടിയെ കൊണ്ടുവന്നത്. ഇപ്പോ ആ കുട്ടിക്ക് പറഞ്ഞ കണക്ക് എന്താ ഇവിടെ രണ്ടാനമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല, പിന്നെ അവര് സ്വദേശത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു. അപ്പോ ഈ പറഞ്ഞ കണക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നാലും എന്താ പറയാ അവസ്ഥ എല്ലായിടത്തും ഒരുപോലെ തന്നെ. ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല, മലയാളികൾ തന്നെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും മലയാളികളായാലും പോട്ടെ, ഒരു അച്ഛൻ അമ്മ ഒരു കുടുംബം എടുക്കുമ്പോ ആ കുടുംബത്തില് ദാമ്പത്യ ജീവിതത്തിനിടയിൽ ചട്ടിയും കലോയ തട്ടിയും മുട്ടിയിരിക്കും എന്നൊക്കെ പറയും, ഒരു ഇതിലങ്ങ് പറയും. പക്ഷെ ആ ചട്ടിയും കലവും ഇങ്ങനെ തട്ടിയും മുട്ടുമ്പോഴും അതിനിടയിൽ പോറലേൽക്കുന്നത് കുട്ടികൾക്കാണ്, അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ്. എത്രയോ കുടുംബങ്ങളിൽ എത്രയോ പിള്ളേര് അച്ഛന്റെ അമ്മയുടെ വഴക്ക് കാരണം മനസ്സ് നീറി, മനസ്സ് വേദനിച്ച് എന്ത് ചെയ്യണോന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ
സമൂഹത്തിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അച്ഛൻ അമ്മ എന്ന നിലയിൽ നിങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ദയവേത് അത് കുട്ടികളെ ആ കുട്ടികളെ ഒന്ന് സേഫ് ആക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വഴക്കുകളും ഒക്കെ കുട്ടികളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. ഇനി രണ്ടാം വിവാഹത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും ആ ബന്ധത്തിലെ ആദ്യത്തെ കുട്ടിയെ നല്ല സേഫ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ മറ്റൊരു വിവാഹത്തിലേക്ക് പോവുക. മറ്റൊരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ പ്രാധാന്യം കുഞ്ഞിന് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ള കൊലപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോ അനീഷനെ ന്യായീകരിക്കുന്നതല്ല, ഒരു ആശങ്ക. അവര് ഗർഭിണിയാണ് അല്ലെ, അവരുടെ ഭർത്താവ് ആദ്യ ഭാര്യയായിട്ട് വീണ്ടും ഒരു ഇത് വരുന്നു, അപ്പൊ അവര് കൈവിട്ട് പോകും എന്ന ഒരു ആശങ്ക ആ സ്ത്രീക്ക് ഉണ്ടായിട്ടാണ്. അതിനൊരു പരിഹാരമല്ലല്ലോ ഒരു കൊലപാതകം. ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇപ്പൊ എന്നിട്ട് എന്തുണ്ടായി? ഈ പറഞ്ഞ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ കഴിയുമോ? അവരുടെ കുഞ്ഞെവിടെയാണ്? തീർച്ചയായും ഞാൻ ഒരിക്കലും അനീഷനെ ന്യായീകരിച്ചിട്ടില്ല. പക്ഷെ ഒരു ആശങ്ക നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. ആ ഒരു ആശങ്ക അവർ ചെയ്ത പ്രവൃത്തി ഒരിക്കലും നല്ലതല്ല, പക്ഷെ ആശങ്കയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത്തരത്തിൽ ഒരു ആദ്യ ഭാര്യ നിലനിൽക്കവേ ഈ രണ്ടാം ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവും. അയ്യോ എന്റെ ഭർത്താവ് കൈവിട്ടു പോകുമോ, ആ കുട്ടി അയാൾ അങ്ങനെ പോകുമോ, ആ ഒരു ആശങ്ക നമ്മൾ തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു അങ്ങനെ എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റും നിൽക്കുന്ന ഒരു 4 പേരുടെയെങ്കിലും ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പൊ ബലിയാടായിരിക്കുന്നത് ഒന്നും അറിയാത്ത ഒരു 6 വയസ്സുകാരിയാണ് ഈ ഒരു സംഭവത്തിൽ ബലിയാടായിരിക്കുന്നത്. ആ കുട്ടി എന്തറിഞ്ഞു? സ്വന്തം അച്ഛന്റെ അമ്മയുടെയും ആ ഒരു ഇത് കൊണ്ടിട്ട് ഒരു കുട്ടിയുടെ ജീവൻ പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മാതാപിതാക്കൾ വേണം ആ ഒരു കാര്യത്തില് ശ്രദ്ധ എടുക്കാനായിട്ട്, അല്ലെ? അവര് കെയർ ചെയ്യണം. അതെ, മാതാപിതാക്കളാണ് കെയർ ചെയ്യേണ്ടത്. പക്ഷെ ആ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ചിന്തിക്കുന്നത് എന്താ പറയാ, തനിക്ക് വേണം തന്റെ സ്ഥാനം, തന്റെ മക്കൾക്ക്. അത് ഈ പറഞ്ഞ കണക്ക് ആദ്യ ഭാര്യയുടെ കുഞ്ഞ്, അങ്ങനെ പല രീതിയിലും കുഞ്ഞുങ്ങളെ വേർതിരിച്ച് കാണുന്ന ഒരു സമൂഹം കൂടി അതിനകത്ത് ഉണ്ട്. അപ്പോ അതിപ്പോ നമുക്ക് അത് ഒരു 100% ഒരു 80% അങ്ങനെ തന്നെ കാണാനേ പലർക്കും പറ്റുള്ളൂ. പോട്ടെ, അങ്ങനെ കാണാൻ പറ്റിയില്ല എങ്കിലും അവരെ ദ്രോഹിക്കാതിരിക്കുക, അവരെ ജീവിക്കാൻ സമ്മതിക്കുക, അല്ലെ? അവര് മറ്റൊരാളുടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു രണ്ടാമതൊരാളെ വിവാഹം കഴിക്കുകയാണ് ഒരു സ്ത്രീ. അപ്പൊ ആ ബന്ധത്തിൽ ആ ഭർത്താവിന് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ എനിക്ക് സ്വന്തം കുഞ്ഞായിട്ട് കാണാൻ പറ്റുന്നില്ല, ആ കുഞ്ഞിനെ ഒട്ടും പറ്റുന്നില്ല, എന്റെ കുഞ്ഞായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. സ്റ്റിൽ എങ്കിൽ പോലും ആ കുട്ടിയെ ഉപദ്രവിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമല്ലോ. ആ കുട്ടി അദ്ദേഹത്തിന്റെ മകളാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുക, കുട്ടിയായിട്ട് കാണണമെന്നില്ല. പല വിവാഹ ബന്ധങ്ങളും വരുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഞാൻ എന്റെ കുഞ്ഞായിട്ട് വളർത്താം, അങ്ങനെ പറഞ്ഞാണ് പലരും കല്യാണത്തിന് ഓക്കെ പറഞ്ഞു വരുന്നത്. പക്ഷെ കല്യാണം കഴിയുമ്പോഴേക്കും സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് വരുമ്പോഴേക്കും ഇതെല്ലാം അങ്ങ് തകിടം മറിയും. ഉറപ്പായിട്ടും. പിന്നെ അത് ആദ്യ ഭാര്യയിലുണ്ടായ കുഞ്ഞ്, ആദ്യ ഭർത്താവിലുണ്ടായ കുഞ്ഞ്, അത് വേണ്ട, ഇത് വേണ്ട, എന്റെ കുട്ടിക്ക് മാത്രം ഇതെല്ലാം അവകാശപ്പെട്ടതാണ്, എനിക്ക് എല്ലാം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും തന്റെ കുഞ്ഞിന് കിട്ടേണ്ടതെല്ലാം ആ കുഞ്ഞ് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിക്ക് വേർതിരിവുണ്ടായി. എന്താ പറയാ, മർദ്ദനമുറകൾ തുടങ്ങും, കുട്ടിയെ പട്ടിണിക്കിടും, ഈ പറയണക്ക് എന്താ പറയാ, പൈശാചികമായ രീതിയിലൊക്കെ കുഞ്ഞിനെയൊക്കെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറി മറിയും. നമ്മള് ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളൊന്നുമില്ല, പലതും നമ്മുടെ കൺമുന്നിൽ പല ഉദാഹരണങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു 11 വർഷത്തിന് ശേഷം എന്താ പറയാ, ഇന്നൊരു വിധി വന്നിട്ടുണ്ട് അല്ലെ, നിർണായക വിധി, മറ്റേ ഷഫീഖ് കേസിൽ. എന്താ പറയാ, അത് എങ്ങനെയാണ് മനസ്സിലാവുന്ന പറഞ്ഞു? അത് ശരിക്കും ഇന്നത്തെ ഒരു ദിവസം തന്നെ ആ ഒരു വിധി വന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം കഴിഞ്ഞ ദിവസം രണ്ടാനമ്മ ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ 11 വർഷങ്ങൾക്ക് മുമ്പ് സമാനമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും അത്തരത്തിലൊരു സംഭവത്തിനൊരു നീതി കിട്ടി എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. അതായത് ഇടുക്കി കുമളിയില് 5 വയസ്സുകാരൻ ഷഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. രണ്ടാനമ്മയും അച്ഛനും. അതെ, ഷഫീഖിന്റെ പിതാവായ ഷെറീഫും ഷഫീഖിന്റെ രണ്ടാനമ്മ അനീഷ, ഇവരാണ് കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. സംഭവം നടന്ന് 11 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിർണായകമായ കോടതി വിധി വന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ കുട്ടിയെ വേറൊരാള് വളർത്തുന്നുണ്ടല്ലേ, രാഹിണി വളർത്തുന്നുണ്ട്. അപ്പൊ ഷഫീഖിന് നീതി കിട്ടിയെന്ന് ഷഫീഖിനെ കഴിഞ്ഞ 11 വർഷമായി പരിചരിക്കുന്ന നേഴ്സ് രാഹിണി പറഞ്ഞു. അതായത് ഈ കുട്ടിയെ ആ ഒരു അവസ്ഥയിൽ കിട്ടിയിട്ടും 11 വർഷമായിട്ട് വൈകാരികമായിട്ട് പോരാടിയതായിരുന്നു ഈ 11 വർഷവും. ഈ 2013
ജൂലൈ 15-നാണ് ഇത്തരത്തില് ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കുഞ്ഞിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചത്. ദൃക്സാക്ഷികൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു കേസായിരുന്നു. മെഡിക്കൽ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, അതിന്റെ സഹായത്തോടെയാണ് ശരിക്കും ഈ പ്രോസിക്യൂഷൻ വാദമൊക്കെ പൂർത്തിയാക്കിയത്. വർഷങ്ങൾ നീണ്ട, അതായത് 11 വർഷമായിട്ട് ആ കുട്ടിയെ രാഗിണി എന്ന് പറയുന്ന വളർത്തമ്മ എന്ന് നമുക്ക് പറയാം, അവരുടെ കയ്യിൽ ആ കുട്ടിയെ കിട്ടുന്നത് വളരെ ഫിസിക്കലി ഒരു അസുഖാവസ്ഥ ആ രീതിയിലാണ് കിട്ടിയത്. പക്ഷെ 11 വർഷം ആ കുട്ടിയെ അവര് ഇത്രയും കാലം പോറ്റി വളർത്തി. 11 വർഷം ആ കുട്ടിക്ക് കാവലായിട്ട് ആ രാഗിണി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അതായത് തണൽ കൊടുക്കുക, ഒരാൾക്ക് തണലാവുക, ഒരാളെ പരിചരിക്കുക, അത്തരത്തിൽ വിശാല മനസ്കരായ മനുഷ്യരും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ട്. ഇപ്പൊ വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഷഫീഖ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ശരിക്കും പറഞ്ഞാൽ രാഗിണിയുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഈ രണ്ടാനമ്മയ്ക്കും അച്ഛനും ഒരു ശിക്ഷ നേടിക്കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചത്. അപ്പോൾ കുറച്ച് മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ട്. സ്വന്തം മക്കളല്ല എങ്കിൽ പോലും സ്വന്തം മക്കളെ പോലെ ചേർത്തണയ്ക്കാനും അവർക്ക് നീതി നേടിക്കൊടുക്കാനും ഒരു കൂട്ടം മനുഷ്യരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും സ്വന്തം ചോരയോട് കാണിക്കുന്ന ഒരു വൈകാരികത ഈ ഭർത്താവിന്റെ ആദ്യ കുഞ്ഞിൽ അല്ലെങ്കിൽ ഭാര്യയുടെ എന്താ പറയാ ആദ്യ കുഞ്ഞിനും കൂടെ കൊടുക്കുക എന്നുള്ളൊരു മനോഭാവത്തില് വേർതിരിവ് വരുന്നതോടെ പല കുടുംബ ബന്ധങ്ങളും ശിഥിലമാകപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുകയും അതില് ഇരയാക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളാണെന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതും ഒന്നും അറിയില്ല, കുഞ്ഞ് ആ നിഷ്കളങ്കമായ മുഖങ്ങളോടൊക്കെ എങ്ങനെ ഇത്ര ക്രൂരമായ രീതിയിലൊക്കെ പെരുമാറാൻ കഴിയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എത്ര കുഞ്ഞുങ്ങളാണ് അത്തരത്തില് മരണപ്പെട്ടത്, നമുക്ക് ചിന്തിക്കാനും അപ്പുറമാണ് അവരൊക്കെ നേരിട്ടിട്ടുള്ള പല എന്താ പറയാ വേദനകൾ എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ക്രൂരത അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു വേർതിരിവ് ആ കുഞ്ഞുങ്ങളിൽ കാണിക്കാതെ അവരെ എന്താ പറയാ ചേർത്തണയ്ക്കാനുള്ള ഒരു മനോഭാവം അത് നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അല്ലാതെ മറ്റൊരാളെ ഉപദേശിച്ചത് കൊണ്ടോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നോ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മളായിട്ട് തന്നെ പ്രാവർത്തികമാക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പൊ മരണപ്പെട്ട കുട്ടികൾ മരണപ്പെടുമ്പോൾ നമ്മൾ അറിയുന്നു ഇങ്ങനെ ഒരു രണ്ടാനമ്മയുടെ ക്രൂരത ഉണ്ടെങ്കിൽ രണ്ടാം അച്ഛന്റെ ക്രൂരത കൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നു. എത്രയോ കുട്ടികൾ ഇപ്പോഴും പല വീടുകളിലും ഇത്തരത്തിൽ ക്രൂരത നേരിടുന്നുണ്ടാകും. നമുക്ക് അല്ലെ, തീർച്ചയായിട്ടും നിങ്ങളൊരു അച്ഛന് നമുക്ക് പറയാനുള്ള കുട്ടികളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവര് നിഷ്കളങ്കരാണ്, അവര് ബലിയാടാവുകയാണ്. അവരെ ഒന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. അച്ഛന്മാരോടും അമ്മമാരോടും പറയാനുള്ളത്, നിങ്ങൾ മറ്റൊരു തുണ തേടി പോകുമ്പോൾ അല്ലെങ്കിൽ രണ്ടാം വിവാഹം ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം അസ്വാരസ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പടവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പടവുകൾ തേടി പൊക്കോളൂ. പക്ഷെ അതിനിടയിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ ബലിയാടാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. നിങ്ങളുടെ ബന്ധം വേർപെടുത്തി മറ്റിടങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ജീവിതം തേടി പോകുമ്പോൾ അതിനിടയിൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ ഒരു ബലിയാടാകാതിരിക്കാൻ തീർച്ചയായിട്ടും അത് അച്ഛനും അമ്മയും ശ്രദ്ധിച്ചേ മതിയാകും.